Assalamu alaikum and welcome back to my channel. ഇന്ന് നമുക്കൊരു നോർത്ത് ഇന്ത്യൻ ഡിഷായ മട്ടൺ ഭുന മസാല അല്ലെങ്കിൽ ഭുന ഗോഷ്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് വളരെ ലെങ്തി ആയ ഒരു പ്രോസസ്സാണ്. ഒറിജിനലി വളരെ ലെങ്തിയാണ്, പക്ഷെ നമ്മളിവിടെ ഈസി മെത്തേഡായ പ്രഷർ കുക്കറിലാണ് ചെയ്തെടുക്കുന്നത്. ഭുന എന്ന് പറഞ്ഞാൽ ഹൈ ഹീറ്റിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന പ്രോസസ്സിനെയാണ് ഭുന എന്ന് പറയുന്നത്. ഈ ഒരു ഡിഷിന് അധികം ഗ്രേവി ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് കാണാം. ആദ്യം തന്നെ ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാന് ചൂടാക്കി ഇതിലേക്ക് 4 ടീസ്പൂൺ കൊറിയാൻഡർ സീഡ്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മല്ലി. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ക്യുമിൻ സീഡ്സും കൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകം. ഇത് 2 കഷ്ണം പട്ട, സിനമൺ, 4-5 ക്ലോവ്സ്, ഗ്രാമ്പൂ. ഇതൊരു 25 to 30 പെപ്പർ കോൺസ് ഉണ്ടാവും. 4 ഏലക്കായ്, ബേ ലീഫ് 1. ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് ബ്ലാക്ക് കാർഡമം ആണ്. ഇത് നോർത്ത് ഇന്ത്യൻ കുക്കിങ്ങിൽ പതിവായി യൂസ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്, പക്ഷെ നമുക്കത് അത്ര പരിചയമുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് അല്ല. ഇത് നിങ്ങൾക്ക് കിട്ടും, അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇനി ഇതൊന്ന് നമുക്ക് 3-4 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ റോസ്റ്റ് ചെയ്തെടുക്കണം. നമുക്കിത് ഒന്ന് തണുത്തതിന് ശേഷം പൗഡർ ചെയ്തെടുക്കാം. നമ്മൾ ഭുന മസാല പൗഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളൊരു പ്രഷർ കുക്കറിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് നമുക്ക് 3 വലിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഉള്ളി ഒന്ന് നമ്മൾ നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ ഒനിയൻ എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മട്ടൻ ആഡ് ചെയ്ത് കൊടുക്കണം. ഇതൊരു 3/4 കിലോ മട്ടനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ്സ് ഫ്രൈ ചെയ്തെടുക്കണം. മട്ടൻ്റെ കളറെല്ലാം ഒന്ന് സ്ലൈറ്റ്ലി മാറുന്നത് വരെ നമ്മൾ ഫ്രൈ ചെയ്യണം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ സോൾട്ട് ആഡ് ചെയ്യുന്നുണ്ട്. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് വീണ്ടും ഒരു 3-4 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ച് 4 മുതൽ 5 വിസിൽ വരെ ഇതിനൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മൾ മട്ടൻ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഓപ്പൺ ചെയ്തപ്പോൾ ഈ പരുവത്തിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് അഥവാ ഗ്രേവി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് വറ്റിച്ചെടുക്കണം. എനിക്കിവിടെ അധികം ഗ്രേവി ഒന്നും വന്നിട്ടില്ല, കാരണം നമ്മൾ ഡിഷ് ഡ്രൈ ആണല്ലോ, അപ്പോൾ നമുക്ക് ഗ്രേവി പാടില്ല. ഇനി ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ യോഗേർട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ പുളിക്ക് തക്കാളി ചേർക്കുന്നില്ല, അപ്പം തൈര് വെച്ചിട്ടാണ് പുളി അഡ്ജസ്റ്റ് ചെയ്യുന്നത്. 3 പച്ചമുളക് നടുവിലൊന്ന് സ്ലിറ്റ് ചെയ്ത് കൊടുത്തതാണ്. ഇനി ഇത് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന ഭുന മസാലയാണ്. ഇതിൽ നിന്ന് ഒരു 3 ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുക്കണം. കുറച്ച് മല്ലിയിലയും കൂടെ ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊക്കെ കൂടെ ഒരു 3-4 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
അങ്ങനെ നമ്മൾ മട്ടൻ ഭുന മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ്. ഒരുവിധം എല്ലാത്തിൻ്റെ കൂടെയും വളരെ നല്ല കോമ്പിനേഷനുമാണ്. ഇതിൻ്റെ മേലെ ഒന്ന് ലെമൺ സ്ക്വീസ് ചെയ്ത് കഴിക്കുമ്പോൾ വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. മട്ടൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇത് തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പം നമ്മളിത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി സെർവ് ചെയ്യാം. ഇതിൻ്റെ ഒറിജിനൽ റെസിപ്പി വളരെ ടൈം കൺസ്യൂമിംഗ് ആണ്. ഒരുപാട് നേരം എടുത്തിട്ട് കുക്ക് ചെയ്യുന്ന ഒരു കറിയാണിത്. പക്ഷെ നമ്മളിവിടെ പ്രഷർ കുക്കർ യൂസ് ചെയ്യുന്നത് കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അങ്ങനെ നമ്മൾ ഭുന മസാല ഞാനിവിടെ സെർവ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങളിതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.